ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നേ? ഒരു പുതിയൊരു നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാസങ്ങളായിട്ട് വിവിധ യൂട്യൂബ് ചാനലിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാനഡയുടെ ഒരു അവസ്ഥ. ഭയങ്കരമാണ്, ഭയാനകമാണ്. അതായത് കാനഡ ഒരു വലിയൊരു ദരിദ്ര രാജ്യമായി മാറാൻ പോവുകയാണോ? ആളുകൾക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പിന്നെ നമ്മളുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പല ഫാമിലീസ് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ അവരുടെ ജീവിതം മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്ന ഒരവസ്ഥയാണ്. കാനഡ ലോകത്തിൻ്റെ മുന്നിൽ വളരെ അതായത് നാണം കെട്ടിരിക്കുന്നു, സ്തംഭിക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരുപാട് നെഗറ്റീവായിട്ടുള്ളൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കണ്ടമാനം പടർന്നുകൊണ്ടിരിക്കുക. എന്നാൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ കാനഡയിൽ താമസിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്നൊന്ന് പങ്കുവെച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡ ഒരിക്കലും ഒരു ദരിദ്ര രാജ്യമല്ല. കാരണം അത് നമ്മൾക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം, കാനഡ ഒരു പ്രോസ്പെറസ് കൺട്രിയാണ്. അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ രാജ്യങ്ങൾക്കില്ല. ഇപ്പോഴും അതായത് വേൾഡിലെ തന്നെ ഒരു ടോപ്പ് നിലയിൽ നിൽക്കുന്ന എക്കണോമിയിൽ നിൽക്കുന്ന ഒരു പ്രോസ്പെറസ് കൺട്രിയാണ് കാനഡ. നമ്മൾ ഇത്രയും ധാരാളം നെഗറ്റീവ് ന്യൂസുകളൊക്കെ കേൾക്കുമ്പം തന്നെ നിങ്ങൾ അതുപോലെ തന്നെ മീഡിയയിൽ കൂടെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് അതായത് ഡോളേഴ്സാണ് കാനഡ ഇപ്പോഴും മറ്റു രാജ്യങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നടുവിലും അവരുടെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ പ്രോമിസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം യാതൊരു മുടക്കം കൂടാതെ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു തരത്തിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് അത് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഈ ഒരു സാഹചര്യം ഏകദേശം കഴിഞ്ഞ 2 വർഷത്തോളമായി കാനഡ അതായത് റെഫ്യൂജീസും അതുപോലെ തന്നെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ധാരാളം ആളുകൾ കാനഡ അവർക്ക് അഭയം കൊടുത്തു. അവർക്ക് ഇവിടെ വന്ന് പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൊടുത്തു. എന്നാൽ ഇതിനോടകം തന്നെ നമുക്കറിയാം ലക്ഷക്കണക്കിന് നമ്മുടെ ഫാമിലീസ്, അതായത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഒത്തിരി കുടുംബങ്ങൾ ഓൾറെഡി എത്രയോ ലക്ഷക്കണക്കിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് സെറ്റിലായി, ഫാമിലിയായി, കുഞ്ഞുങ്ങളായി, PR ആയി, സിറ്റിസണായി. അപ്പം വളരെ വളരെ സ്മൂത്തായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതായത് വെൽ സെറ്റിൽഡായ ഒരു രാജ്യം തന്നെയാണ് കാനഡ. അവരുടെ എക്കണോമിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ കോവിഡിന് ശേഷം നമുക്കറിയാം ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ ഭയങ്കര സ്ലോയിലാണ് എക്കണോമി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് കാനഡയ്ക്കും ഉണ്ട്. എന്നാൽ മറ്റൊരു രസകരമായൊരു കാര്യം നമ്മൾ കേൾക്കുന്നു, ഇവിടുന്ന് അനേക ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പം തന്നെ ഒരു വശത്തൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും 100 കണക്കിന് 1000 കണക്കിന് കുട്ടികൾ ഇപ്പോഴും ഈ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, കാനഡയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ 2 വർഷമായിട്ടുള്ള ഈ റെഫ്യൂജി സ്റ്റാറ്റസും ഇമിഗ്രേഷൻ സ്റ്റാറ്റസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്നൊരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ ജോലി സാധ്യതകൾ വളരെ സ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹൗസിംഗ് സിസ്റ്റം, കാരണം അതനുസരിച്ചുള്ള അതായത് നിലവിലുള്ള വീടുകളൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വീടുകളൊക്കെ
ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്, പുതിയ പുതിയ വീടുകളൊന്നും അവർ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇപ്പം ഇതിൻ്റെ ഫലമായിട്ട് അതായത് ഓൾ കാനഡയിൽ അവർ പുതിയ പുതിയ വീടുകളൊക്കെ ധാരാളം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കിതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നത് വെച്ച് അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ അവർ ഈ ഒരു പ്രതിസന്ധി മറികടക്കും. അല്ലെങ്കിൽ ഹൗസിംഗ് സിസ്റ്റം ആയാലും ജോലി സാധ്യതയൊക്കെ ആയാലും അവർ ഒരു 2-2.5 വർഷത്തിനുള്ളിൽ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് കാനഡ വരുമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ അവർ ശരിക്കും പറഞ്ഞാൽ റെഫ്യൂജി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ എന്ന് പറയുമ്പം PR ഒക്കെ എടുത്ത് വരുന്ന ആളുകൾക്ക് എന്തായാലും അവരിവിടുന്ന് പറഞ്ഞു വിടത്തില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്ന് വർക്ക് പെർമിറ്റ് എടുത്തിട്ടുള്ളതായിട്ടുള്ള ആളുകൾ അവർക്ക് ചില പ്രത്യേക കാറ്റഗറി പെടുന്ന മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമായ കാറ്റഗറി ഉള്ള ആളുകൾക്ക് അവർക്ക് കാരണം ഇവരെല്ലാം വിളിക്കുന്നത് ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാറ്റഗറിയിലുള്ള ആളുകൾക്ക് PR-നുള്ള ഇൻവിറ്റേഷൻ അവർ നൽകുന്നുണ്ട്. എന്നാൽ മറ്റു ചില കാറ്റഗറിയിൽ അവരിപ്പോൾ അത് നൽകുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് നമ്മുടെ നല്ല കൂട്ടുകാരായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയവരുണ്ട്, പോകാനായിട്ട് വളരെ വിഷമത്തോടെ കാത്തിരിക്കുന്നവരുണ്ട്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ ഒരു പരിധി വരെ പോപ്പുലേഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ നിലവിൽ അതായത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർക്ക് ഇപ്പോഴും ഒരു ഹോപ്പാണ്. കാരണം അവരുടെ ആ ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എപ്പം വേണേലും അവർക്കൊരു PR ഇൻവിറ്റേഷൻ അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് വീണ്ടും ഈ രാജ്യത്തേക്ക് അവർക്ക് മടങ്ങി വരാവുന്നതാണ്. അതൊരു വലിയൊരു ഹോപ്പ് അല്ലേ? അടുത്ത ഒരു 2-2.5 വർഷത്തോളം നമുക്ക് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ പിടിച്ച് നിന്നാൽ എല്ലാവരും മനസ്സിലാക്കുന്നത് ഗ്രാജുവലി ആ ഒരു പഴയ ട്രാക്കിലേക്ക് കാനഡ വരും. വീണ്ടും സാവകാശം ഇമിഗ്രേഷൻ ആയാലും സ്റ്റുഡൻസ് വിസയൊക്കെ ആയാലും അത് ഇപ്പമുള്ള പോലെ ഫാസ്റ്റ് ആയിരിക്കത്തില്ല. അതായത് കുറച്ച് സ്ലോയിലി ആണെങ്കിൽ ഒരു ബെറ്റർ ലൈഫിലേക്ക് ആളുകൾ മടങ്ങി വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ഈ സ്ഥിതി എന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് കാനഡ ഈസ് ഓൾവേസ് എ പ്രോസ്പെറസ് കൺട്രി. അവരുടെ എക്കണോമിക്കോ അല്ലെങ്കിൽ അവരുടെ അതിനുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മൾ ഇതുവരെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. കാനഡ ഒരു ദരിദ്ര രാജ്യമാണ് അല്ലെങ്കിൽ ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൊക്കെ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം അവരെന്നും റിച്ചാണ്. അവർ ഇപ്പോഴും പ്രോസ്പെറസ് കൺട്രി ആയിട്ട് തുടരുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഇപ്പോഴും കാനഡ എന്ന ആ ഒരു വലിയ സ്വപ്നമായി നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പം അവർക്ക് മുന്നോട്ട് ഈ രാജ്യത്തോട്ട് വരണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ ഒരു അറിവിൻ്റെ പരിധിയിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സോ നൗ ഐ എം സൈൻ ഔട്ട് യുവർ എക്സി ജോയ്. ബൈ.